ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വ്യോമയാന രംഗത്ത് ഇതുവരെ സംഭവിക്കാത്ത ഒരു പ്രതിസന്ധി ഉടലെടുത്തു. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ, ആഭ്യന്തര സർവീസുകളിൽ 60% കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ ഏതാണ്ട് എല്ലാ ഫ്ലൈറ്റുകളും തകരാറിലായി. 1800-ലധികം ഫ്ലൈറ്റുകൾ തകരാറിലായി, പൊങ്ങിയില്ല. യാത്രക്കാർ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു. പലപ്പോഴും ആഭ്യന്തര വിമാന സർവീസുകളിൽ പോകുന്ന ആളുകൾ ഇപ്പോൾ ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ പോയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കണക്ഷൻ ഫ്ലൈറ്റുകളിൽ ധാരാളം പോകേണ്ട ആളുകളുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഈ ഇന്ത്യയിലെ വിമാന സർവീസുകൾ ഏതാണ്ട് നിശ്ചലമായി. ഒരു ദിവസം കൊണ്ടാണ് സംഭവിച്ചത്. എന്താണ് ഇതിന് കാരണം? സാങ്കേതിക തകരാറുകളാണോ? ഒരു തരത്തിൽ സാങ്കേതിക തകരാറാണ്. പക്ഷേ അപ്പോൾ സംഭവിച്ചിരിക്കുന്ന, അന്ന് സംഭവിച്ച വിഷയങ്ങളൊന്നുമല്ല. ഇത് നമ്മുടെ രാജ്യത്തെ കുത്തക കമ്പനികൾ രാജ്യത്തെ നിയമങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ നിർത്തലാക്കേണ്ടി വന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ, സിവിൽ ഏവിയേഷൻ, ഒരു വർഷം മുമ്പ് തന്നെ ഇപ്പോൾ പൈലറ്റുമാരുടെ വലിയ ജോലിഭാരം ഒഴിവാക്കുന്നതിനായിട്ടും ഫ്ലൈറ്റുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമായിട്ട് കുറേ നിയമങ്ങൾ, ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് പ്രഖ്യാപിച്ചിരുന്നു. അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കിയിട്ട് ഈ നവംബർ മാസം 1-ാം തീയതിയാണ് അത് പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ടിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, അമിതമായ ലാഭത്തിന് വേണ്ടി സ്വകാര്യ കമ്പനികൾ എന്തും ചെയ്യുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ട സംഭവം. ഒരു വർഷം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രഖ്യാപിച്ചിട്ടും ഇൻഡിഗോ അതിന് അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല. അതായത് നിലവിലെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്. കാരണം പൈലറ്റുമാർക്ക് യഥാർത്ഥത്തിൽ ആഴ്ചയിൽ ഒരു 12 മണിക്കൂർ മാത്രമേ ഓഫ് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ അവർ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൈലറ്റുമാരെ മൊത്തമായിട്ട് ആകാശത്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികൾ ചെയ്തിരുന്ന തന്ത്രം. എന്നാൽ അവർക്ക് അത്രയധികം ലാഭം ഉണ്ടാവും. ഈ വിമാനങ്ങൾ പറന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ പൈലറ്റുമാരെ വേണ്ട. നിലവിലുള്ള പൈലറ്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ മാക്സിമം ഉപയോഗിച്ചുള്ള വലിയ ചൂഷണവും കൊള്ളയുമാണ് നടന്നിരുന്നത്. അതിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇത് അനുസരിച്ച് വല്ല അപകടങ്ങളും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങളാണ് നമുക്ക് കാണേണ്ടി വരിക. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് വന്നതോട് കൂടിയിട്ട് രാത്രിയിൽ 8 മണിക്കൂർ, പകൽ 10 മണിക്കൂർ, വളരെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഒരു പൈലറ്റിന് ഫ്ലൈറ്റ് പറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ആഴ്ചയിൽ നേരത്തെ 6 തവണ നൈറ്റ് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യിക്കാമായിരുന്നെങ്കിൽ ഇപ്പോഴത് 2 തവണയായി. അതുപോലെ തന്നെ ആഴ്ചയിൽ 36 മണിക്കൂർ വരെ ഉണ്ടായിരുന്ന ഈ ഡ്യൂട്ടി ഫ്രീ അവേഴ്സ് ഇപ്പോൾ 48 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ഈ മാസത്തിലും, ആഴ്ചയിലും, മാസത്തിലും, വർഷത്തിലും എത്ര മണിക്കൂറുകൾ വിമാനം പറത്തിക്കാമെന്നുള്ള കാര്യത്തിലും കൃത്യമായ തീരുമാനമായി. അങ്ങനെ വന്നതോടുകൂടി ഒരു മാസത്തിൽ 100 മണിക്കൂർ, 125 മണിക്കൂർ വരെ, വർഷത്തിൽ 1000 മണിക്കൂർ എന്ന രീതിയിൽ ഈ ഒരു പൈലറ്റിൻ്റെ സമയക്രമങ്ങൾ നിലവിൽ വന്നു. ഇതൊന്നും ഒരു ദിവസം നിലവിൽ വന്നതല്ല, ഇന്നലെ നിലവിൽ വന്ന കാര്യങ്ങളല്ല. ഇത് ഒരു വർഷം മുമ്പേ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള നോംസ് കൊടുത്തിരുന്നു. മറ്റു വിമാന കമ്പനികൾ, ഇന്ത്യയിൽ മറ്റു വിമാന കമ്പനികളുണ്ട്. എയർ ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ മറ്റ് വിമാന കമ്പനികളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ നിയമങ്ങൾ പാലിക്കുകയും അവരുടെ ഒന്നും തന്നെ ഈ ഫ്ലൈറ്റുകൾ
ക്യാൻസൽ ചെയ്യപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് സംഭവിച്ചത്? കാരണം ഈ നിയമങ്ങൾ, രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങൾ അവർക്ക് ബാധകമല്ല എന്ന രീതി വന്നു. എങ്ങനെയാണ് ഈ രീതി വരുന്നത്? ഈ രീതി വരുന്നത് അവർക്ക് ഇത് കുഴപ്പമൊന്നുമില്ല, നിയമമൊക്കെ ഉണ്ടാവും, അതിന് എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടും എന്ന ഒരു വിശ്വാസം. അതായത് നമുക്ക് വളരെ പച്ചയായി പറഞ്ഞാൽ നമുക്ക് സ്വാധീനിച്ചിട്ട്, നമുക്ക് സർക്കാർ തലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഈ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കേണ്ട ആവശ്യമില്ല, നമുക്കത് ബാധകമാവില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ ആഴ്ചയിൽ 6 തവണ ഈ നൈറ്റ് ലാൻഡിങ് നടത്തുന്ന ഒരു പൈലറ്റ്, ഈ 12 മണിക്കൂർ മാത്രം വിശ്രമ സമയം കിട്ടുന്ന ഒരു പൈലറ്റ്, ഈ പൈലറ്റിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ആളുകൾ വിമാനത്തിൽ കയറുന്നത്. അപ്പോൾ ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടി ആ രീതിയിലാണ് ഇവർ ക്രമീകരിച്ചിരുന്നത്. അതായത് ഈ ഒഴിവ് സമയങ്ങളും എക്സ്ട്രാ സമയങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട്, അപ്പോൾ മിനിമം ആവശ്യമുള്ള പൈലറ്റുമാരെ പോലും നിയമിക്കാതെ അവരെ കഴിയുന്നത്ര സമയം ആകാശത്ത് നിർത്തിക്കൊണ്ട് കഴിയുന്നത്ര ലാഭം കൊയ്യാനാണ് ഈ വിമാന കമ്പനി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് പെട്ടെന്ന് ഈ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞപ്പോൾ ഇനി അത്തരത്തിൽ മാത്രമേ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. കാരണം നിയമങ്ങൾ ചിലർക്ക് ബാധകമല്ല, ഇത് അവർ തന്നെ വിശ്വസിക്കുകയാണ്. നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പൈലറ്റുമാരെ വേണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ഞങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടി സമയമൊന്നും അലവൻസ് ഒന്നും നൽകാതെ, നിലവിലുള്ള ശമ്പളം ഒട്ടും കൂട്ടിക്കൊടുക്കാതെ അവരെ 24 മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ഈ ലേബർ കോഡുകളിലും ഇപ്പോൾ വരുന്നത്. 12 മണിക്കൂറോ 24 മണിക്കൂർ തന്നെ 21 മണിക്കൂറോ ജോലി ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കുത്തക കമ്പനികളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് വലിയ ക്രൈസിസുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ വ്യോമയാന രംഗത്തുണ്ടായ ക്രൈസിസ് എത്രയോ 1000 ആളുകൾക്ക് പലപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകാനുണ്ടായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ ധാരാളം ജോലി സംബന്ധമായിട്ട് എത്തിച്ചേരേണ്ടിയിരുന്ന ആളുകൾ, ഇവർക്ക് ആർക്കും തന്നെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അവരുടെ ലഗേജൊക്കെ പല സ്ഥലത്തും കിടന്നു. അവസാനം ലഗേജുകൾ ഇപ്പോൾ കൊടുത്തു തീർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിലെ മൊത്തം വ്യോമസഞ്ചാര രംഗത്ത് ഒരു ക്രൈസിസ് ഉണ്ടാക്കിയത് ഈ കമ്പനിയാണ്. എന്നിട്ടാണെങ്കിൽ ഇപ്പോഴും അവർക്കെതിരായിട്ട് എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനമായിട്ടില്ല. പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുത്തക കമ്പനികളെ അനുവദിക്കുന്നതിലൂടെ ആരോഗ്യപരമായ മത്സരം എല്ലാ രംഗത്തും ഉണ്ടാവണം. ഈ ആരോഗ്യപരമായ മത്സരം ഉണ്ടാവുമ്പോൾ അതിന് കൃത്യമായ നിയമങ്ങളും ഉണ്ടാവണം. ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ പറഞ്ഞ പുതിയ നിയമങ്ങൾ, പുതിയ വച്ചിരുന്ന ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ 1 വർഷമായിട്ട് നിലവിലുണ്ട്. അത് നടപ്പിലാക്കേണ്ട അവസാന തീയതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ കാര്യങ്ങൾ അനുസരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ ഇത്തരം കുത്തക കമ്പനികളെ ധൈര്യമുള്ളവരാക്കുന്നത് അവർക്കിതിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ള അവരുടെ ഒരു വിശ്വാസമാണ്. ഇത്തരത്തിൽ എന്നാണ് നിയമങ്ങൾ കൃത്യമായും കർശനമായും പാലിക്കപ്പെടുന്നത്, അന്ന് മാത്രമേ ഈ കാര്യങ്ങൾ നേരെ പോകുള്ളൂ. കാരണം ഇപ്പോൾ ഇത്രയും കാലം ഈ യാത്ര ചെയ്യുന്നവരുടെ ഭാഗ്യം കൊണ്ട് ഈ 6 ദിവസവും നൈറ്റ് ലാൻഡ് ചെയ്യുന്ന പൈലറ്റിന് ഒരബദ്ധം സംഭവിച്ചില്ല. ആ അബദ്ധം സംഭവിക്കാത്തതുകൊണ്ട് വലിയ വലിയ ദുരന്തങ്ങൾ ഒഴിവായി. അത്
ഈ വിമാനത്തിൽ കയറിയ ആൾക്കാരുടെ ഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഇവിടെ നടക്കുന്ന കൊള്ള എന്താണ്, ഇവിടെ നടക്കുന്ന നിയമരാഹിത്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചൂണ്ടുവലകയാണ്. ഈ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ മുടങ്ങിയത് ഒരു ചൂണ്ടുവലകയാണ്. ഇനിയെങ്കിലും കുത്തക കമ്പനികൾക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്നത്, അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എത്രത്തോളം വലിയ ദുരന്തത്തിലേക്കാണ് ചെന്നെത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.